നമസ്തേ. ജീവിതത്തിൽ അകാരണമായിട്ടുള്ള അടികൾ കിട്ടുന്ന സമയത്ത്, പ്രഹരങ്ങൾ ഏൽക്കുന്ന സമയത്ത്, മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിഷമിക്കും. അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അവർ നശിച്ചു പോകണമെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കും, അവരെ ശപിക്കും. ചില ആളുകൾ കൂടോത്രത്തിന് വരെ ഇറങ്ങി പുറപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശത്രുവായിട്ട് വരുന്ന ആളുകളെ അനുഗ്രഹിച്ച് അയക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടി അനുഗ്രഹിക്കുക എന്നുള്ളത്. ആ സമയത്ത് ചിലർ ചോദിച്ചു, ഈ ശത്രുവിനെ ഒന്നും അങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് പറ്റില്ല, ചില സമയത്ത് ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കണമെന്നുള്ളത്. ഇത് രണ്ട് മോഡാണ്. അതായത് ഫൈറ്റ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഫൈറ്റ് ഈസ് ഫോർ യുവർ പ്രൊട്ടക്ഷൻ. ചില സാഹചര്യങ്ങളിൽ ഇപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങളായിക്കോട്ടെ, ചിലപ്പോൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമ്മുടെ ഫൈറ്റ്. ബട്ട് അതിനപ്പുറത്തേക്ക് ഇവർക്കെതിരെ പ്രതികാര ബുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രതികാര ബുദ്ധി തന്നെ അവരെ നശിപ്പിക്കാൻ പ്രപഞ്ചം പോകുന്നത് പോലെ തന്നെ നമുക്കും തിരിച്ചടികൾ വീണ്ടും ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഉള്ളിൽ പ്രതികാര ബുദ്ധിയുടെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത്രയധികം സഹിച്ച് ക്ഷമിച്ച് പോകാനായിട്ട് ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ? നമുക്ക് ചില സമയത്ത് പ്രതികാരം നമ്മൾ നോക്കിയിരുന്ന് പണി കൊടുക്കേണ്ട വരുമല്ലോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് പോകുമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മൾ നോക്കിയിരുന്ന് പണി കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മളുടെ ആ നോക്കിയിരിക്കാനുള്ള എനർജി, പണി കൊടുക്കാനുള്ള എനർജി, ഈ എനർജി ഇങ്ങനെ ലൂസായിട്ട് പോവുകയാണ്. നമ്മുടെ പോസിറ്റീവ് എനർജി നെഗറ്റീവായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്കതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ എനർജി എന്ന് പറയുന്നത് സമയത്തിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മൂല്യമുള്ള ഒരു സംഗതിയെ ഇതുപോലെ വേസ്റ്റ് കൊട്ടകളിൽ കൊണ്ട് ഇടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട്. നമ്മൾ ആത്മീയമായിട്ട് ഉയർന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന, നമ്മുടെ ബോധമണ്ഡല വികാസത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്ന, നമ്മൾ പ്രാണിക് എനർജി പോലുള്ള കാര്യങ്ങളെയൊക്കെ സെൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ ചക്രത്തിലൂടെയും മൂവ് ചെയ്ത് നമ്മളുടെ കുണ്ടലിനി ശക്തിനെയൊക്കെ ഒന്ന് ഉണർത്തുന്ന സമയത്ത്, നമ്മൾ ആത്മീയമായിട്ട് നമ്മളുടെ ബോധമണ്ഡലം ഇങ്ങനെ വികസിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഒരു സത്യമാണ്, വേറൊരുത്തനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം അത് എനർജിയാണ്, അത് തിരിച്ചു വരുമെന്നുള്ളത്. മുൻപുള്ള പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മം എന്ന് പറയുന്നതും അതിന് ഓരോ എനർജിയുണ്ട്. നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് എനർജിയാണ്. നമുക്ക് എനർജീനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ നശിപ്പിക്കാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തിനെ ഈ പറഞ്ഞ രീതിയിലുള്ള ദുർമന്ത്രവാദം ആയിക്കോട്ടെ, ബ്ലാക്ക് മാജിക്ക്, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള വിഷ്വലൈസേഷനിൽ കൂടെ വേറൊരാളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് കുറ്റം ചെയ്ത ആൾ തന്നെയായിരിക്കും, അയാൾക്ക് നമ്മൾ അങ്ങനെയുള്ള ഒരു എനർജറ്റിക് ആത്മീയ ലെവലിൽ നമ്മൾ തിരിച്ചടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ ഈ എനർജി നമുക്ക് തന്നെ മുറിവുകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ടെമ്പററി ആയിട്ടുള്ള എഫക്റ്റുകളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ജീസസ് ക്രൈസ്റ്റിനെ പോലുള്ള ആളുകളുടെയൊക്കെ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നതായിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ യൂദാസ് ഒറ്റ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിനോടുള്ള യേശുക്രിസ്തുവിൻ്റെ സമീപനം എന്ന് പറയുന്നത്, ഞാനിവിടെ മതം സംസാരിക്കുകയല്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിളാണ് ക്രിസ്തുദേവൻ. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ പഠിപ്പിച്ചത് ക്രിസ്തുവിനെ ക്രിസ്തുദേവൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹവും ഒരു അവതാരമായിട്ടാണ് അദ്ദേഹം കണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വളരെ മഹത്തരമായിട്ടുള്ളൊരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് എല്ലാവിധ ശക്തികളും ഉണ്ടായിട്ട് അയാൾ അത്ഭുതങ്ങൾ പലപ്പോഴും കാണിച്ചില്ല. അദ്ദേഹത്തിനെ പൈശാചിക ശക്തി പ്രേരിപ്പിച്ച സമയത്ത് പോലും അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചില്ല. അദ്ദേഹത്തിന് ലോകത്തിൻ്റെ അധിപനാകാമായിരുന്നു, അല്ലെങ്കിൽ ഏതു വിധേന വേണമെങ്കിലും അദ്ദേഹത്തിനെ ഉപദ്രവിച്ചതായിട്ടുള്ള ശക്തികൾക്കെതിരെ പ്രതികാരം ചെയ്യാനുള്ള എത്രയോ ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? വളരെ കാമായിട്ട് നിലകൊള്ളുകയാണ് ചെയ്തത്. ഈ കാംനെസ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വലിയൊരു അപകടമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് സാധാരണ രീതിയിൽ തിരിച്ചടിക്കുന്നതായിട്ടുള്ള ഒരു ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് തിരിച്ചടിക്കാതിരിക്കുന്നതായിട്ടുള്ള ഹീറോയ്ക്ക് യഥാർത്ഥത്തിൽ സാധാരണ തിരിച്ചടിയേക്കാളും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ്. അതാണ് കർമ്മത്തിൻ്റെ മേലുള്ള തിരിച്ചടി എന്ന് പറയുന്നത്. സോ കർമ്മം തിരിച്ചടിക്കുന്ന സമയത്ത് അവിടെ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതൊരു സെറ്റിൽമെൻ്റ് ആണ് എന്നുള്ളതാണ്. സോ കർമ്മം എന്ന് പറയുന്ന ആ ഒരു മഹാശക്തി നമ്മൾ പ്രതികാരം ചെയ്യേണ്ടതില്ല, എല്ലാം കർമ്മത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മറ്റുള്ള ആൾക്കാരെ ശപിക്കുന്നതിന് പകരം നമ്മുടെ കൈകൾ അതിൻ്റെ ഇടയിലേക്ക് ഈ എനർജിയെ കൊണ്ടുവരിക. ആ എനർജിയെ കൊണ്ടുവന്നിട്ട് ചിലരെന്ത് ചെയ്യുന്നറിയോ? ഇതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും. പണ്ട് കോസ്മിക് എനർജി അല്ലെങ്കിൽ ഈ പ്രാണ എനർജി എങ്ങനെയാണ്
സെൻസ് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്. കാരണം ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തന്നെയാണ് തിരിച്ചടിയായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എനർജിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പല വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുകയും പല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് റിവഞ്ച് ചെയ്യാനായിട്ട് തോന്നുന്ന സമയത്ത് ഈ എനർജിയെ നമ്മൾ സെൻസ് ചെയ്യുക. അത് കൈകളുടെ ഇടയിൽ സെൻസ് ചെയ്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. ഒരു എനർജറ്റിക് ബോൾ ബിറ്റ്വീൻ യുവർ പാം ഉണ്ട്, അത് വികർഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സെൻസ് ചെയ്യുകയാണ്. ദെൻ നമ്മൾ ഈ എനർജി, അതായത് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്രാപഞ്ചിക ഊർജത്തിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. ആ പോസിറ്റീവ് എനർജി ഈസ് ഗോയിങ് ടു, നമുക്ക് ആരാണോ ബുദ്ധിമുട്ടുണ്ടാക്കിയത് അയാളിലേക്ക് പോവുകയാണ്. അയാളെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അയാളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളുടെ ബ്രെയിനിനെ അത് ശുദ്ധീകരിക്കുന്നു, അയാളുടെ മനസ്സിനെ അത് ശുദ്ധീകരിക്കുന്നു, അയാളുടെ ഹൃദയത്തിനെ അത് ശുദ്ധീകരിക്കുന്നു. അങ്ങനെയായി വരുമ്പോൾ അയാൾ അങ്ങ് ശുദ്ധീകരിക്കപ്പെട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഉയർന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താണോ പ്രപഞ്ചത്തിൻ്റെ ഒരു അവയർനെസ്സിലേക്ക് ഇത് വരികയാണ്. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ എനർജി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ആരുടെ പക്ഷത്താണോ നീതി അത് അതിവേഗത്തിൽ നടപ്പാകുമെന്നുള്ളതാണ്. ആരുടെ കാര്യമാണോ അവിടെ സാധിച്ചു കിട്ടേണ്ടത് എന്നുള്ളത്. കാരണം നിങ്ങൾ അവിടെ ശപിക്കുന്നില്ല, പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നത്. ഇൻസ്റ്റഡ് നിങ്ങൾ ശപിക്കുകയാണെങ്കിൽ ആ ശാപം നമുക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാവയുണ്ടാക്കി അല്ലെങ്കിൽ നാരങ്ങയുണ്ട്, അതിൽ പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ഈ സൂചി കൊണ്ട് അതിനെ കുത്തുന്ന സമയത്ത്, അപ്പോൾ പാവയുടെയൊക്കെ ഓരോ ചക്രാസി കൂടെയാണ് അവർ ഈ സൂചി പെനട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചക്രങ്ങളെയാണ് അവിടെ യഥാർത്ഥത്തിൽ വിഷ്വലൈസ് ചെയ്യുന്നത്. ആ വിഷ്വലൈസേഷന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടും എനർജി കൂടുതൽ ഡെപ്ത് ഉള്ളതാകാൻ വേണ്ടിയിട്ടും പവർഫുൾ ആയിട്ടുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ സിഗ്നൽ പോകാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ വിഷ്വലൈസേഷനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവർ ഇങ്ങനെ പല ഭൗതികമായിട്ടുള്ള സംഗതികളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ സൂചികളൊക്കെ പിന്നീട് ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദുർമന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല മരണം കിട്ടുന്നില്ല. അല്ലെങ്കിൽ അയാളുടെ എനർജീനെ അടുത്ത ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് മരിക്കാൻ പോലും സാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, നമ്മൾ ശപിക്കേണ്ടതില്ല, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള എനർജി എല്ലാവർക്കും കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ശത്രുവിനും കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പല ഗ്രന്ഥങ്ങളിലൂടെ പോകുന്ന സമയത്ത് നിന്നെപ്പോലെ നിന്റെ ശത്രുവിനെയും സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിന്റെ ശത്രുവിനോട് ദയവുള്ളവനായിരിക്കാനായിട്ട് നിനക്ക് സാധിക്കണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സ്വയം നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണമെന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ കഴിയുന്നതിന് ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ എനർജറ്റിക് ബേസിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താലും ഇല്ലെങ്കിലും അടുത്തതായിട്ട് ഈ വ്യക്തികൾക്ക്, തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിനെ ഇതുപോലെ ഉപദ്രവിക്കുന്നതിനുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് നിങ്ങളെ ഹർട്ട് ചെയ്തവർക്കെതിരെ കർമ്മ പണി തുടങ്ങി എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അവർ വളരെ കോൺഫിഡന്റ്, പീസ്ഫുൾ ആൻഡ് നോർമൽ ആയിട്ട് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ, അത് നല്ലൊരു കാര്യമാണല്ലോ, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പുറമേ നിന്ന് തോന്നും. അതായത് അവർ വളരെ കോൺഫിഡന്റ് ആണ്, ആത്മവിശ്വാസം അത് വളരെയധികം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അതുപോലെ തന്നെ നോർമാലിറ്റി അഭിനയിച്ചുകൊണ്ടേയിരിക്കും, പീസ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പുറമേ അല്ല, ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇൻസെക്യൂരിറ്റി ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തു, ഭയം ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തു, ഇന്റേണൽ ക്രാക്ക് ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള ചിന്ത ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതുമൂലം എനിക്ക് വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടുള്ള ഫിയർ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തിരിച്ചടി വരാനായിട്ട് പോവുകയാണോ, ഞാൻ പരാജയപ്പെടുമോ, ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ കരുതുന്ന ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ വ്യക്തി പണിയെടുത്ത് പണം ഉണ്ടാക്കുന്നത് തന്നെ ഇവൻ ചെയ്തതായിട്ടുള്ള പ്രവൃത്തിയുടെ തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ടു, ഇവൻ്റെ പുറമേ കാണിച്ചതായിട്ടുള്ള ഫേക്കായിട്ടുള്ള ധൈര്യം നഷ്ടപ്പെട്ടു, ഇവൻ്റെ വ്യാജ ബുദ്ധിജീവി എന്നുള്ള അവസ്ഥ, അതായത് ഇവൻ്റെ ബുദ്ധിജീവി പട്ടം എന്ന് പറയുന്നത് കൊഴിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. ഇവൻ്റെ എല്ലാ രീതിയിലുള്ള അവസ്ഥകളും തകരുന്നത് ആരംഭിച്ചു കഴിഞ്ഞു, പുറത്തല്ല ഉള്ളിൽ. സോ ഇത് കർമ്മയുടെ ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. മനസ്സിനെ ആദ്യം ഡിസ്റ്റർബ് ആക്കുമെന്നുള്ളതാണ്. ഇല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട്, മായ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് നടത്തുന്നത് എന്നുള്ളതാണ്.
എന്നാൽ ശനി, രാഹു പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇവരുടെ ജീവിതത്തിലേക്ക് ഈ സമയത്ത് വന്നു ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്പൂർണമായിട്ടുള്ള അധപ്പതനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കർമ്മത്തിന്റെ ഒരു പണി എന്ന് പറയുന്നത്, ഒരുവൻ ചെയ്തതായിട്ടുള്ള പെയിൻ, അതായത് വേറൊരാളെ അയാൾ എങ്ങനെ വേദനിപ്പിച്ചുവോ അതേ രീതിയിലുള്ള പെയിൻ മറ്റൊരു സമയത്ത് മറ്റു വ്യക്തികളിലൂടെ അയാൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അത് പല രീതിയിൽ സംഭവിക്കും. ഈ വ്യക്തി ചിലപ്പം ശാരീരികമായിട്ടും ആരോഗ്യവാനായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലായിരിക്കും, നല്ല ജോലി ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ പോകുന്ന പോലെയാണ് പുറമേ തോന്നുക. ഇത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, മറ്റു വ്യക്തികളിൽ നിന്നുള്ള ആക്രമണം ഇവർക്ക് തിരിച്ചു കിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ ഇവരുടെ കൂടെ ഇവർ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിരപരാധികളായിട്ടുള്ള വ്യക്തികൾ പോലും ഇവരുടെ ഈ ഒരു സർക്കിളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പോലും സഫർ ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ നമുക്ക് ഒരു വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനേക്കാൾ വളരെയധികം വിഷമമുള്ള കാര്യമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് കാണുക എന്നുള്ളത്. അതുപോലെയുള്ള തിരിച്ചടികൾ ഈ കർമ്മം തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. കാരണം കർമ്മത്തിനെ സംഭവിച്ചിടത്തോളം അതൊരു നീതിയാണ്, ദൈവത്തിന്റെ നീതിയാണ്. നമ്മൾ ഈ നിയമപരമായിട്ടുള്ള കോടതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, കണ്ണ് കെട്ടിയതായിട്ടുള്ള രൂപമാണ് ഒരു തുലാസ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ കണ്ണ് കെട്ടിയതായിട്ടുള്ള അവസ്ഥയിലാണ് വഴി തെറ്റാതെ വരുന്ന ഈ കർമ്മത്തിന്റെ ഫലം ഒരുവൻ അനുഭവിക്കേണ്ടി വരുന്നത്. മുഖം നോക്കാതെയുള്ള നടപടികൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുക, ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടതായിട്ട് വരിക. എന്തുകൊണ്ട്? ഇവരുടെ പ്ലാനുകൾ ഫെയിൽ ആകുന്നു അല്ലെങ്കിൽ ഡിലേ ആകുന്നു എന്നുള്ളതാണ് കർമ്മത്തിന്റെ അടുത്തതായിട്ടുള്ള തിരിച്ചടി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫ് റെസിസ്റ്റൻസിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. കാരണം പ്രപഞ്ചത്തിന്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകാതെ ഇരുന്നത് കൊണ്ട് തന്നെ, ആ ട്രാക്കിലേക്ക് പോകാതിരുന്നത് കൊണ്ട് തന്നെ വിധിക്ക് അടിപ്പെട്ട് പോകുന്നതായിട്ടുള്ള അവസ്ഥ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ പിന്നീട് അൺനെസസറി ആയിട്ടുള്ള കോംപ്ലിക്കേഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവനവൻ ചെയ്തു വെച്ചതായിട്ടുള്ള പ്രവർത്തികൾ തന്നെ അവനവന് തിരിച്ചടിയായിട്ട് വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കർമ്മം കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സമയങ്ങൾ വരുന്ന സമയത്താണ് അവർക്ക് ഓർമ്മ വരിക, പണ്ട് ഞാൻ ഇങ്ങനെ ചിലരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. then they will observe you. അവർ വീണ്ടും നിങ്ങളെ നിരീക്ഷിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചേക്കാം. ചില ആളുകൾക്ക് കർമ്മത്തിന്റെ തിരിച്ചടി വരുന്ന സമയത്ത് അല്പമൊക്കെ ബോധവികാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, വലിയ രീതിയിലുള്ള തെറ്റുകളല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അവർ നന്നായി പോകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ കർമ്മത്തിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ചാലും ഇല്ലെങ്കിലും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ദുഷ്കർമ്മം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സെൽഫിഷ് ആയിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാകുക. ഇത്തരത്തിലുള്ള കണക്ഷൻസ് പതിയെ പതിയെ അകന്നു പോകുന്ന സമയത്ത് ദുഷ്കർമ്മം ചെയ്തതായിട്ടുള്ള വ്യക്തികൾ അവസാനം ഒറ്റപ്പെടും എന്നുള്ളതാണ്. കർമ്മം ആളുകളെയല്ല, മാസ്കിനെയാണ് യഥാർത്ഥത്തിൽ അഴിച്ചു മാറ്റുന്നത്. അപ്പൊ ഈ മാസ്ക് മാറ്റപ്പെടുന്ന സമയത്ത് കൂടെ ഉള്ളവർ പോലും ഭയന്നുകൊണ്ട് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ആളുകൾക്ക് കുറ്റബോധവും ചില ആളുകളുടെ ഉള്ളിൽ ശൂന്യതയും വളരും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും രാത്രികളിൽ അവരുടെ മനസ്സ് അശാന്തിയിൽ നിറയുമെന്നുള്ളതാണ്, റെസ്റ്റ്ലെസ് ആകുമെന്നുള്ളതാണ്. കാരണം ബ്രെയിനും മനസ്സും മറന്നുപോയാലും ആത്മാവ് എല്ലാം ഓർത്തു വെക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. പ്രതികാരം ചെയ്യാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നീതിമാനാണ് എന്നുണ്ടെങ്കിൽ, ഈ ഹെയ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന മനസ്സമാധാനത്തിനെയും ഫ്രീഡത്തിനെയും നശിപ്പിക്കും. അപ്പൊ ഹെയ്റ്റ് ക്യാരി ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബ്ലെസ്സിങ് ദം, അവരെ അനുഗ്രഹിക്കുക, അത് നിങ്ങളുടെ ഊർജത്തിനെ സംരക്ഷിക്കും. ക്രിസ്തു യൂദാസിനെ ശപിച്ചില്ല, കാരണം സത്യമറിയുന്നവൻ പ്രതികാരത്തിൽ വിശ്വസിക്കുന്നില്ല. കർമ്മം തന്റെ ജോലി ചെയ്യുമെന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സോ നമുക്കും ഇപ്പോൾ മനസ്സിലാകുകയാണ്, കർമ്മം അതിന്റെ ജോലി തീർച്ചയായിട്ടും ചെയ്യും. സോ നോ റിവെഞ്ച്, ലെറ്റ് കർമ്മ ഡു ദ റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. തുടരുവാൻ വേണ്ടി നമസ്തേ.